ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. വൈശാഖ മാസത്തിലെ പൗർണമിയാണ്. പൗർണമി തിഥി ആരംഭിക്കുന്നത് 2026 ഏപ്രിൽ 30 രാത്രി 9:12 മുതൽ 2026 മെയ് മാസം 1 തീയതി രാത്രി 10:52 വരെയാണ്. അതുകൊണ്ട് തന്നെ വൈശാഖ മാസത്തിലെ പൗർണമിയായി നമ്മൾ ആചരിക്കുന്നത് 2026 മെയ് മാസം 1 തീയതി വെള്ളിയാഴ്ചയാണ്. എന്താണ് വൈശാഖ മാസ പൗർണമിക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്? ഒന്നാമത്തെ കാര്യം, ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ശ്രേഷ്ഠമായ മാസങ്ങളിൽ ഒരു മാസമാണ് വൈശാഖ മാസം എന്നുള്ളത് തന്നെ. മറ്റൊരു പ്രത്യേകത അന്നാണ്, അതായത് വൈശാഖ മാസത്തിലെ ഈ ശുക്ലപക്ഷ പൗർണമി ദിവസമാണ് ഭഗവാൻ മഹാവിഷ്ണു തൻ്റെ കൂർമ്മ രൂപത്തിൽ അവതരിച്ചത്. മഹാവിഷ്ണുവിൻ്റെ 2ാമത്തെ അവതാരമാണ് കൂർമ്മ അവതാരം. സത്യയുഗത്തിലാണ് ഈ അവതാരം നടക്കുന്നത്. മന്ധരപർവ്വതം പാലാഴി മഥന സമയത്ത് താഴേക്ക് ഇരുന്നു പോയ സമയത്ത് മന്ധരപർവ്വതത്തെ ഉയർത്തുന്നതിനു വേണ്ടി ഭഗവാൻ മഹാവിഷ്ണു കൂർമ്മ രൂപത്തിൽ അവതരിച്ചതാണ്. അങ്ങനെയുള്ള മഹാവിഷ്ണുവിൻ്റെ കൂർമ്മ അവതാര ജയന്തിയാണ് ഈ വൈശാഖ മാസത്തിലെ ഈ പൗർണമി ദിവസം. അതുകൊണ്ട് തന്നെ കൂർമ്മ ജയന്തിയായിട്ട് നമ്മൾ ആചരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ പൗർണമി ഹിന്ദുമത വിശ്വാസികൾ ആഘോഷിക്കുന്നത്. നിങ്ങൾക്ക് പൂർണ്ണ വെജിറ്റേറിയൻ ഭക്ഷണം ശീലിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്ന് നാളത്തെ ദിവസം പ്രാർത്ഥിക്കാം. അതല്ല, ഒരിക്കലുണ്ട് ആ രീതിയിൽ വേണമെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം. അതല്ല, പൂർണ്ണ ഉപവാസത്തിൽ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും പ്രാർത്ഥിക്കാം. എങ്ങനെയാണോ, അല്ല പാലും പഴങ്ങളും കഴിച്ചുകൊണ്ടിരുന്ന് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ മത്സ്യമാംസാദി ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അങ്ങനെയും ഇരുന്ന് പ്രാർത്ഥിക്കാം. എങ്ങനെയാണോ നമുക്ക് സാധിക്കുന്നത് ആ രീതിയിലൊക്കെ ഇരുന്നു കൊണ്ട്, ശുദ്ധാഹാരത്തിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. കാരണം വലിയ ചൂടുള്ള സമയമാണ്. അതുകൊണ്ട് വെള്ളം പോലും കുടിക്കാതെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ശരീരത്തിനെ ചിലപ്പോൾ അത് പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് സാഹചര്യത്തിനനുസരിച്ചിട്ട് നമ്മുടെ ഇങ്ങനെയുള്ള ഭക്ഷണക്രമങ്ങൾ നമ്മൾ തന്നെ സ്വയം തീരുമാനിക്കുക. പ്രാർത്ഥനയ്ക്കാണ് പ്രാധാന്യം കൂടുതലായിട്ട് കൊടുക്കേണ്ടത്. പൗർണമി ദിവസം സാധാരണ ഹിന്ദുമത വിശ്വാസികൾ ഓരോരോ ദേശങ്ങൾക്കനുസരിച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ദേവതകൾക്ക് വ്യത്യാസമുണ്ടാകും. നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പൗർണമി ദിവസം അവര് സുബ്രഹ്മണ്യ സ്വാമിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചില പ്രദേശങ്ങളിൽ ഹനുമാൻ സ്വാമിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ചിലര് ശിവന് പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് കാണാം. മറ്റു ചിലര് ഭഗവതിക്ക് പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് കാണാം. ചിലര് വിഷ്ണുവിന് പ്രാധാന്യം കൊടുത്ത് പ്രാർത്ഥിക്കുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്താണ്? പൗർണമി ദിവസം ദേവ ആരാധനയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠം എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും പൊതുവായി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ഉത്തമമായ ഒരു ദിവസമാണ് പൗർണമി ദിവസം. അതുകൊണ്ട് തന്നെ ഈ വൈശാഖ മാസത്തിലെ പൗർണമി ദിവസം മഹാവിഷ്ണുവിന് പ്രീതികരങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. പ്രത്യേകിച്ച് കൂർമ്മ ജയന്തി കൂടി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ മഹാവിഷ്ണു പ്രീതിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ശ്രേഷ്ഠമാണ്. അതുപോലെ തന്നെ 32 വിളക്കുകൾ തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ്. ഈ പൗർണമി ദിവസം നമ്മൾ തമിഴ്നാട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ വീടിന് നമ്മൾ ഈ കാർത്തിക ദീപം തെളിയിക്കുന്നത് പോലെ തന്നെ പൗർണമി ദിവസം ദീപങ്ങൾ തെളിയിച്ച് വെച്ചിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതിൽ തന്നെ എത്ര ദീപങ്ങൾ തെളിയിക്കണം എന്ന ഒരു ചോദ്യമുണ്ടാകും. പൗർണമി ദിവസം 32 ദീപങ്ങൾ തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ വിശേഷമാണ്. നമ്മുടെ കയ്യിൽ മൺചിരാതുകൾ ഉണ്ടെങ്കിൽ 32 മൺചിരാതുകൾ എടുത്ത് 32 മൺചിരാതുകളിലും ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്. ഇനി നമ്മുടെ കയ്യിൽ അത്രയും മൺചിരാതുകൾ ഇല്ല, 32 എണ്ണം ഒന്നും ഇല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ എത്ര ദീപങ്ങൾ തെളിയിക്കാൻ പറ്റുമോ, അതായത് 8ന്റെ ഗുണിതങ്ങളായിട്ട് തെളിയിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ്. അതായത് 8, 16, 32 അങ്ങനെ തെളിയിച്ച് മുമ്പോട്ട് പോകുന്നത് വളരെ നല്ലതാണ്. 32 എണ്ണം ഇല്ലെങ്കിൽ 8 എണ്ണം തെളിയിക്കാം, അല്ലെങ്കിൽ 16 എണ്ണം തെളിയിക്കാം. ഇനി അത്രയും ഇല്ലെങ്കിൽ ഒരു ഭദ്രദീപമെങ്കിലും തെളിയിച്ച്, അതായത് 5 തിരിയിട്ട്
വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ശ്രേഷ്ഠമാണ്. നമ്മുടെ മറ്റൊരു ചാനലാണ് കൗസ്തുഭം വെജ് ഫുഡ്സ്. നമ്മൾ അധികം വീഡിയോ ഒന്നും അതിനകത്ത് ഇടാറില്ല, എങ്കിലും നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കൗസ്തുഭം വെജ് ഫുഡ്സ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചാനൽ കിട്ടും. അതിനകത്ത് കുറച്ച് വീഡിയോസേ ഉള്ളൂ, എങ്കിലും നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഹോം മെയ്ഡ് ദിയ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഉണ്ട്. അതായത് ഗോതമ്പ് മാവ് കൊണ്ട് എങ്ങനെ വിളക്കുകൾ ഉണ്ടാക്കാം എന്ന് പറയുന്ന ഒരു വീഡിയോ അതിനകത്ത് കിടപ്പുണ്ട്, ഹോം മെയ്ഡ് ദിയ. കഴിഞ്ഞ കാർത്തിക സമയത്ത് എന്തോ ആണ് ഞാനത് ഇട്ടത്. അതൊന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ 32 വിളക്കുകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ 32 വിളക്കുകൾ ഉണ്ടാക്കി വേണമെങ്കിലും നിങ്ങൾക്ക് തെളിയിക്കാം. അത് വളരെ നല്ലതാണ്. അങ്ങനെ ഗോതമ്പ് പൊടി കൊണ്ട് വിളക്കുണ്ടാക്കി തെളിയിക്കുന്നതും വളരെ വളരെ വിശേഷമാണ്. ചെറിയ വിളക്കുകളായിട്ട് ഉണ്ടാക്കിയാൽ മതി. ഒരു 32 വിളക്കുകൾ ഉണ്ടാക്കി തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും അങ്ങേറ്റം ശ്രേഷ്ഠമാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന നാമം നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുക. ഓം നമോ നാരായണായ എന്ന് നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ തന്നെ വളരെ വളരെ വിശേഷമാണ്. നാളത്തെ ചന്ദ്രോദയം എന്ന് പറയുന്നത് സന്ധ്യയ്ക്ക് 6:21 ആണ്. 6:21 ആകുമ്പോഴേക്കും ചന്ദ്രൻ ഉദിക്കും. വ്രതമെടുക്കുന്ന ആളുകൾക്ക് ചന്ദ്രോദയത്തിന് ശേഷം നമുക്ക് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. ചന്ദ്രഭഗവാനെ പൂജിച്ച് പ്രാർത്ഥിച്ചതിനു ശേഷം നമുക്ക് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. എന്തു തന്നെയായാലും നാളത്തെ ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പരമാവധി സമയം പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക, എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ദാനം ചെയ്യുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക, പറഞ്ഞു കൊടുക്കുക, അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്ത് ഇരിക്കുന്നത് അങ്ങേറ്റം ശ്രേഷ്ഠമാണ്. ഭഗവാന്മാരുടെ അനുഗ്രഹം, ഭഗവതിമാരുടെ അനുഗ്രഹം നമുക്ക് ധാരാളമായി ലഭിക്കുന്നതിന്, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനൊക്കെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് പൗർണമി ദിവസം. കഴിയുന്നതും പൗർണമി, അമാവാസി ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ വെജിറ്റേറിയൻ ഭക്ഷണം ശീലിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ തമിഴ്നാട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, അത് വിശ്വസിച്ച് ചെയ്യുന്ന ആളുകളുടെ ഇടയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പൗർണമി ദിവസം അല്ലെങ്കിൽ അമാവാസി ദിവസങ്ങളൊന്നും തന്നെ അവരുടെ വീടുകളിലൊന്നും നോൺ വെജ് ഉണ്ടാക്കാറില്ല. പൂർണ്ണമായ സസ്യഭക്ഷണമാണ് അവര് ആ ദിവസം ചെയ്യുന്നത്. എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞത്. ഇത് വിശ്വസിച്ച്, അതായത് ഹിന്ദു ധർമ്മം അനുസരിച്ചിട്ട് ജീവിക്കുന്ന ആളുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പുതുതലമുറയ്ക്ക് ഇതൊന്നും ചിലപ്പോൾ വിശ്വാസം ഉണ്ടാകണമെന്നില്ല, എങ്കിലും ഞാൻ പഠിച്ചതുകൊണ്ട്, ഞാൻ ആ ഭാഗങ്ങളിലൊക്കെ തന്നെ പഠിച്ചതുകൊണ്ട് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. ഈ ദിവസങ്ങളിലൊന്നും തന്നെ എൻ്റെ പല സുഹൃത്തുക്കളുടെയും വീടുകളിൽ ഈ പൗർണമി ദിവസങ്ങളിലും അമാവാസി ദിവസങ്ങളിലും ഒന്നും തന്നെ നോൺ വെജ് ഉണ്ടാക്കാറില്ല. പൂർണ്ണമായ സസ്യഭക്ഷണം ശീലിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്നതായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പൂർണ്ണമായ സസ്യഭക്ഷണം കഴിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന ജനതയാണ് ഞാൻ പലപ്പോഴും അവിടെ കണ്ടിട്ടുള്ളത്. അതിൻ്റെതായ ഐശ്വര്യം അവർക്ക് ഉണ്ട് താനും. ധാരാളം വിളക്കുകൾ സന്ധ്യാസമയത്ത് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പല ആളുകളോടും അന്വേഷിച്ചതിന്റെ ഫലമായിട്ട് എനിക്ക് ലഭിച്ച ഒരു അറിവാണ് ഈ 32 മൺചിരാതുകൾ തെളിയിച്ച് പ്രാർത്ഥിക്കണം എന്നുള്ളത്. 32 ഇല്ലെങ്കിൽ 8ന്റെ ഗുണിതങ്ങളായാലും മതി എന്നുള്ള ഒരു അറിവും കൂടി ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത്. 32 മൺചിരാതുകളാണ് ഒരു കണക്കായിട്ട് തന്നെ അവർ വെക്കുന്നത്. അത് വളരെ ശ്രേഷ്ഠമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. നമ്മുടെ വീട്ടില് മൺചിരാതുകൾ ഇല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഗോതമ്പ് മാവ് കൊണ്ട് ചെറിയ ചെറിയ മൺചിരാതുകൾ ഉണ്ടാക്കി തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ്. കാരണം നമ്മുടെ കയ്യാൽ വിളക്കുണ്ടാക്കി ആ വിളക്കിൽ എണ്ണ ഒഴിച്ച് തിരിയിട്ട് തെളിയിക്കുമ്പോൾ അതിൻ്റെ ഒരു സമർപ്പണ മനോഭാവം അത് അങ്ങേയറ്റം കൂടുതലാണ്. കൂടുതൽ ഐശ്വര്യം അതുകൊണ്ട് നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ തന്നെ വിളക്കുണ്ടാക്കി തെളിയിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പൊതുവായിട്ട് മനസ്സിലാക്കാനായിട്ടുള്ളത്. പുതിയ തലമുറയെ ഇതൊക്കെ ശീലിപ്പിക്കണം. എങ്കിൽ മാത്രമേ അവരും നല്ല പൗരന്മാരായിട്ട് വളർന്ന് വരികയുള്ളൂ. അങ്ങനെ വളർന്നു വന്നാൽ മാത്രമേ സമൂഹത്തിനും നമുക്കും അതുകൊണ്ട് ഗുണമുണ്ടാവുകയുള്ളൂ എന്നുകൂടി എല്ലാവരും ചിന്തിക്കുക. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.